ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്റ്റിച്ച് ലാബ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസൈനാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു 3 കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഫസ്റ്റ് ആ ഫ്ലവറൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളിതാ നീഡിൽ ത്രെഡ് കോർത്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതാ ഈ റൗണ്ട് വരച്ചതിൻ്റെ ഉള്ളിൽ കുറേ ഒരു 5 ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻസിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ താഴെന്ന് ഇതുപോലെ നീഡിലൊന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മറ്റേ സൈഡിലേക്ക് ഇതാ നീഡിൽ ഇതുപോലെ ഒന്ന് കുത്തിയിറക്കാം. ഇതുപോലെ നമുക്ക് ആ 5 ലൈൻസും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിലെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 6 സ്റ്റാൻഡ്സ് തന്നെയാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ ആ ലൈൻസൊക്കെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ലൈനിൻ്റെ അറ്റത്തുനിന്ന് ഇതുപോലെ നീഡിലൊന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് നീഡിലിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് ഇടവിട്ടിട്ടൊന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇത് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഈ റൗണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് താഴേക്ക് നീരിൽ കുത്തിയിറക്കിയിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഉണ്ട് കിട്ടുക. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമ്മളിതാ നീഡിൽ ത്രെഡ് കോർത്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് താഴേന്ന് മുകളിലേക്ക് ഇതുപോലെ നീഡിൽ നിന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് ആ ത്രെഡ് നമുക്ക് ഈ ഒരു നീഡിൽ 2-3 പ്രാവശ്യം ചുറ്റിയിട്ട് താഴേക്ക് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നീഡിലൊന്ന് കുത്തിയിറക്കാം. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാണണം എന്നുള്ളവർ പോയി കാണണം കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ സെൻറ്ററിൽ ഇതാ ഇതുപോലെ ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെ തന്നെ ആ 2 ഫ്ലവറും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഫ്ലവറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലീവ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഓരോ ലൈൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്കിതാ ഈ ലീവ്സിൻ്റെ മുകളിൽ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് നീഡിൽ പൊക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ആ സെൻറ്ററിൽ വരഞ്ഞ ആ ഒരു ലൈനിൻ്റെ കുറച്ച് താഴേക്ക് ഇതാ ഇതുപോലെ ഒന്ന് നീഡിൽ കുത്തിയിട്ട് നമ്മൾ മുകളിൽ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അടുത്തായിട്ട് തന്നെ നീഡിൽ വീണ്ടും കുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാം. ശേഷം നമ്മൾ ആ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഇതുപോലെ നീഡിലൊന്ന് കുത്താം. എന്നിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് നീഡിൽ പൊക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റിച്ചിന് പറയുന്നത് ഫിഷ് ബോൺ സ്റ്റിച്ച് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള ഫുൾ ലീവ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഡിസൈനാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.